നമസ്കാരം. വില്ലേജ് ന്യൂസ് ടിവിയിലേക്ക് സ്വാഗതം. ജോസ് കെ മാണി CPM-നോട് ചോദിച്ചത് ഒരു പൂവ് മാത്രമായിരുന്നു. എന്നാൽ കോട്ടയം ജില്ലയിൽ ജോസ് കെ മാണിക്ക് സമ്മാനിച്ചതോ ഒരു വസന്തം തന്നെയാണ്. ഇത് ജോസ് കെ മാണി പോലും ഒരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല. 2020 ജോസ് കെ മാണി LDF-ലെത്തിയത് മെലിഞ്ഞുണങ്ങി ഗ്രഹണി പിടിച്ച ഒരു പയ്യനെ പോലെയായിരുന്നു. ഇപ്പോൾ സഹകരണ മന്ത്രിയായിരിക്കുന്ന VN വാസവൻ്റെ രാഷ്ട്രീയ ചതുരംഗ കളിയായിരുന്നു അന്ന് ജോസ് കെ മാണിയെ ഇടതുമുന്നണിയിലെത്തിച്ചത്. എല്ലാ കാലത്തും മധ്യ തിരുവിതാംകൂറിൽ പൊതുവെ ദുർബലമായിരുന്ന CPM എന്നും ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. 60കളുടെ മധ്യത്തിൽ കേരള കോൺഗ്രസ് ജന്മം കൊണ്ട കാലം മുതൽ ഈ പാർട്ടി എന്നും അവിടങ്ങളിൽ ശക്തമായിരുന്നു. PT ചാക്കോ എന്ന വടവൃക്ഷത്തോട് കോൺഗ്രസ് കാട്ടിയ നെറികേടിൻ്റെയും നന്ദിയില്ലായ്മയുടെയും വളക്കൂറിൽ ജന്മം കൊണ്ട കേരള കോൺഗ്രസ്സിന് ക്രിസ്തീയ സഭകളും പ്രത്യേകിച്ച് കത്തോലിക്ക സഭയും NSSും നൽകിയ പിന്തുണയായിരുന്നു എന്നും കേരള കോൺഗ്രസ്സിനെ ശക്തമാക്കി നിലനിർത്തിയത്. എന്നാൽ കാക്കത്തൊള്ളായിരം പിളർപ്പുകളിലൂടെ കേരള കോൺഗ്രസ് ശോഷിച്ചപ്പോഴും ജനാധിപത്യ ചേരിയിലെ വലിയൊരു വിഭാഗം ഈ പാർട്ടിയുടെ പിന്നിൽ നിന്നു. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് KM മാണിയുടെ പേരിൽ ആരോപിക്കപ്പെട്ട ബാർക്കോഴ കേസിൻ്റെ പരിണാമസന്ധികളിൽ അനുദിനം UDFകാരുമായി അകന്നുകൊണ്ടിരുന്നു കേരള കോൺഗ്രസ്. 2020 അടർത്തിയെടുത്തത് CPM-ൻ്റെ വലിയൊരു രാഷ്ട്രീയ വിജയമായിരുന്നു. അന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗം CPM-ലെത്തുമ്പോൾ കോട്ടയം ജില്ലയിൽ വെറും ഒരു MLA-യും UDF-ൻ്റെ ഔദാര്യം കൊണ്ട് ജോസ് കെ മാണിക്ക് ലഭിച്ച ഒരു രാജ്യസഭാ അംഗത്വവും മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. കോട്ടയം ജില്ലയിലെ CPM-ൻ്റെ അതികായനായിരുന്ന VN വാസവന് തൻ്റെ പാർലമെൻ്ററി വ്യാമോഹത്തിൻ്റെ പരിസമാപ്തിക്ക് കേരള കോൺഗ്രസ് അനിവാര്യമാണെന്ന തിരിച്ചറിവാണ് ആ പാർട്ടിയെ മുന്നണിയിലെടുക്കാൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. വിഭാഗീയ അംഗത്തിൽ CPM-ൻ്റെ പരസ്പരം വെട്ട് നടന്നിരുന്ന കാലഘട്ടത്തിൽ VS-നോട് കൂറ് പുലർത്തിയിരുന്ന സുരേഷ് കുറുപ്പെന്ന CPM-ൻ്റെ ജനകീയ മുഖത്തെ വെട്ടിനിരത്താൻ കേരള കോൺഗ്രസിൻ്റെ പിന്തുണ അനിവാര്യമാണെന്ന തിരിച്ചറിവ് വാസവന് പിന്തുണ നൽകാൻ CPM സംസ്ഥാന നേതൃത്വത്തെയും പിണറായി വിജയനെയും ഇതിന് പ്രേരിപ്പിച്ചു. അങ്ങനെയാണ് നിറഞ്ഞ പിന്തുണയോടെ വാസവനെ മുന്നിലിറക്കി കേരള കോൺഗ്രസിനെ മുന്നണിയിലെത്തിക്കാൻ CPM-ന് കഴിഞ്ഞത്. 50 വർഷത്തോളം KM മാണി സ്വന്തം ഇടനെഞ്ചിൽ സൂക്ഷിച്ചിരുന്ന പാലാ മണ്ഡലം പോലും കയ്യിലില്ലാതെ ജോസ് കെ മാണി അങ്ങനെയാണ് ഇടതുമുന്നണിയിലെത്തിയത്. കോവിഡാനന്തര കാലഘട്ടത്തിൻ്റെ അനുഗ്രഹീത സാഹചര്യത്തിൽ LDF-ന് വീണ്ടും അധികാരത്തിലെത്താൻ കഴിഞ്ഞത് തങ്ങളുടെ പിന്തുണ കൊണ്ടാണെന്ന് വരുത്തി തീർക്കാൻ ഇത് കേരള കോൺഗ്രസ്സിന് സഹായകമാകുകയും ചെയ്തു. കേരള കോൺഗ്രസിൻ്റെ പിൻബലമാണ് മുന്നണിയുടെ ശക്തിയെന്ന് CPM സംസ്ഥാന നേതൃത്വത്തെയും അണികളെയും തെറ്റിദ്ധരിപ്പിക്കാൻ വാസവനും കഴിഞ്ഞു. ഇതുമൂലം വാസവന് ഏറ്റുമാനൂർ മണ്ഡലവും സഹകരണ മന്ത്രിസ്ഥാനവും ലഭിക്കുകയും ചെയ്തു. ജോസ് കെ മാണിക്ക് ഇടതുമുന്നണിയിൽ വേരുകൾ ആഴ്ത്താൻ ഇതേറെ ഗുണം ചെയ്യുകയും ചെയ്തു. CPI-യെ വരുതിയിൽ നിർത്താൻ ജോസ് കെ മാണിയെ ഉപയോഗിക്കാൻ CPM-നും കഴിഞ്ഞു. പ്രത്യയശാഠ്യങ്ങളൊന്നുമില്ലാതെ തൻ്റെയും തൻ്റെ വിഭാഗത്തിൻ്റെയും നേട്ടങ്ങൾ മാത്രം മുന്നിൽ കണ്ടിരുന്ന ജോസ് കെ മാണി CPM-ൻ്റെ വിശ്വസ്തനായി മുന്നണിയിൽ നിൽക്കുകയും ചെയ്തു. എന്നാൽ 5 വർഷത്തെ പിണറായി ഭരണം സൃഷ്ടിച്ച ഭരണവിരുദ്ധ വികാരം ജോസ് കെ മാണിയെയും പിന്തുണയ്ക്കുന്നവരെയും ചഞ്ചലചിത്തരാക്കി. ജോസ് കെ മാണിയും തങ്ങളുടെ മുന്നണിയിൽ വേണമെന്ന കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ചിന്ത ഇതിന് വളമാവുകയും ചെയ്തു. മുഖ്യമന്ത്രിയും കൂട്ടരും പിന്തുടർന്ന മുസ്ലിം പ്രീണന നയം ക്രിസ്തീയ സഭകളെയും അസ്വസ്ഥരാക്കി. ഇത് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തോമസ് ചാഴിക്കാടൻ്റെ ദയനീയ പരാജയത്തിനും വഴിതെളിച്ചു. ഇത് സഭകളിലും മാണി വിഭാഗം അണികളിലും UDF അനുകൂല ചിന്ത പടരാൻ ഇടയാക്കി. മുന്നണി മാറണമെന്ന ചിന്ത ജോസ് കെ മാണിയുടെ മനസ്സിലും അസ്വസ്ഥത പടർത്തുന്നെന്നറിഞ്ഞ CPM-നെ ഇത് ആശങ്കാകുലരാക്കി. അവർ സടകുടഞ്ഞെഴുന്നേറ്റ് ജോസ് കെ മാണിയെ വരിഞ്ഞ് ചേർത്ത് നിർത്താൻ തയ്യാറാകുന്നതിൻ്റെ പ്രതിഫലനമാണ് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ടകളിൽ ഇന്നും തെളിഞ്ഞു കാണാനാകുന്നത്. ജോസ് കെ മാണി വിഭാഗത്തിന് അർഹമായതിനപ്പുറം സീറ്റുകൾ വാരിക്കോരി നൽകാൻ CPM-നെ പ്രേരിപ്പിച്ച ചേതോവികാരം
ഇതാണെന്ന് കരുതുന്നു. 3 ജില്ലകളിലെ മുഴുവൻ പഞ്ചായത്തിലും 3 മുതൽ 9 സീറ്റുകൾ വരെയാണ് മാണി വിഭാഗത്തിന് CPM നൽകിയിരിക്കുന്നത്. ജോസഫ് വിഭാഗത്തിന് സ്വന്തം MP-യുള്ള കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ UDF അവർക്ക് 7 സീറ്റുകൾ മാത്രം നൽകിയപ്പോൾ ഇപ്പുറത്ത് CPM മാണി വിഭാഗത്തിന് നൽകിയിരിക്കുന്നത് 9 സീറ്റുകളാണ്. മറ്റു ജില്ലകളിലും UDF ജോസഫ് വിഭാഗത്തിന് നൽകിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ CPM മാണി വിഭാഗത്തിന് നൽകിയിട്ടുണ്ട്. ഇതേറെ ബാധിച്ചിരിക്കുന്നത് CPIയെയാണ്. മാണി വിഭാഗത്തിന് 9 സീറ്റ് നൽകിയപ്പോൾ CPIക്ക് നൽകിയിരിക്കുന്നത് വെറും 4 സീറ്റ് മാത്രമാണ്. പല പഞ്ചായത്തുകളിലും CPIയുടെ സീറ്റെടുത്താണ് മാണി വിഭാഗത്തിന് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഫലമായി 3 ജില്ലകളിലായി CPIക്ക് നഷ്ടമായിരിക്കുന്നത് 49 സീറ്റുകളാണ്. മാത്രമല്ല പലയിടത്തും CPI സ്ഥാനാർത്ഥികൾക്കെതിരെ മാണി വിഭാഗം CPMൻ്റെ രഹസ്യ പിന്തുണയോടെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിരിക്കുന്നു. മുന്നണിയിൽ കലാപക്കൊടിയുയർത്താൻ CPI പ്രേരിപ്പിച്ചിരിക്കുന്നു. ഇതൊരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിയേക്കാം.